എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ഫേവറേറ്റ് ആയിട്ടുള്ളത്? എന്റെ ഫേവറേറ്റ് സോഫ്റ്റ്വെയർ ഓട്ടോകാഡ് ആണ്. നമുക്കറിയാം പണ്ടൊക്കെ ഡ്രോയിങ് വരച്ചത് ഭയങ്കര അധികം ബുദ്ധിമുട്ടിട്ടായിരുന്നു. വലിയൊരു റൂമിന്റെ ഉള്ളിൽ വലിയ ടേബിൾ ഉണ്ടാവും, അതിന്റെ മുകളിൽ വലിയ ഷീറ്റുകൾ നിരത്തി വെക്കും, സ്കെയിലൊക്കെ വെച്ചിട്ട് വരക്കലായിരുന്നു പരിപാടിയായിരുന്നു പണ്ടൊക്കെ. അതിനുശേഷം വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ് കടക്കി വെച്ചാൽ റൂമിനേക്കാളും വലുതായിരിക്കും, അല്ല പേപ്പറും കൂടി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടിയിരുന്നു. അതിനിടയിലേക്കായിരുന്നു 1982 ഓട്ടോഡെസ്ക് എന്ന് പറഞ്ഞൊരു കമ്പനി ഈ സോഫ്റ്റ്വെയർ പുറത്തിറക്കിയത്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, ഓട്ടോകാഡ്, അതായിരുന്നു സോഫ്റ്റ്വെയറിന്റെ പേര്. മെയിൻ ആയിട്ട് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഓട്ടോമൊബൈൽ, കൺസ്ട്രക്ഷൻ സെക്ടർ, അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ്, പിന്നെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, അങ്ങനെ ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ് വേറെ ഉണ്ട്. അവർക്ക് ഒരു ആശ്വാസമായിരുന്നു ഈ ഓട്ടോകാഡ് എന്നൊരു സോഫ്റ്റ്വെയറിന്റെ വരവോട് കൂടി. അപ്പോ പേപ്പറിലായി കിടന്നിരുന്ന ഡ്രോയിങ്സ് അല്ലാതും കമ്പ്യൂട്ടറിലേക്ക് മാറി. യു എയിലാണെങ്കിൽ ഇഷ്ടം പോലെ ജോബ് വാക്കൻസി ആണ്. കൺസ്ട്രക്ഷൻ മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഓട്ടോകാഡ് ടെക്നീഷ്യൻ, ഓട്ടോകാഡ് എഞ്ചിനീയർ, ഓട്ടോകാഡ് ഡ്രാഫ്റ്റ്മാൻ, ഓട്ടോകാഡ് ഡിസൈൻ എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ ജോബ് വാക്കൻസിലുണ്ട്. നമുക്ക് ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ യു കെയിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാലും യു കെയിലും കുറെ അധികം പ്രൊഡക്റ്റ് ഡെവലപ്മെന്റും അതുപോലെ തന്നെ ഡിസൈനിങ് ഒക്കെ നടക്കുന്നുണ്ട്. കൺസൾട്ടൻസി കമ്പനികളൊക്കെ യു കെയിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ അതിനും ഓരോ ജോബ് വാക്കൻസികൾ അവൈലബിൾ ആണ്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് വേണ്ടത് ഓട്ടോകാഡിൽ നിങ്ങൾ പുലിയാവണം. പുലിയായി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ എംപ്ലോയേഴ്സ് തേടി നടക്കും.